വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് നത്തിങ് സ്പെഷ്യൽ. ജോൺ കാർണാൻ ഡയറക്ട് ചെയ്തിട്ട് മാറ്റ് ഡേമണും ബെൻ ആഫ്ലെക്കും അഭിനയിച്ചിട്ടില്ലേ ലേറ്റസ്റ്റ് ഒരു കോപ്പ് ആക്ഷൻ കാറ്റഗറി ത്രില്ലറിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് ദ റിപ്പ്. ജോൺ കാർണാന്റെ പഴയ സിനിമ എ ടീമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു ഓവർ ദ ടോപ്പ് കുറച്ച് ലോജിക്കൽ കുറഞ്ഞ സംഭവങ്ങളാണെങ്കിലും ആ പുള്ളി എടുത്തു വെച്ചിട്ടൊരു രീതിയുണ്ട്. നമുക്ക് ഒട്ടും ഭയങ്കര സംഭവം ഓവറാണെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാണ്ട് ആ പക്ക ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് തന്നെയാണ് പുള്ളിൻ്റെ ഒരു മേക്കിംഗ് ഉണ്ടാവില്ല. അത് തന്നെയാണ് എനിക്ക് എ ടി എം കുറച്ച് ഇഷ്ടമുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പം ആ പുള്ളിൻ്റെ അടുത്ത സിനിമ. പിന്നെ മാറ്റ് ഡേമനും ബെൻ ആഫ്ലെക്കും വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, നേരെ പോവാ പടം കാണുക. പക്ഷെ ഇത് ഈ പടം കണ്ടു തുടങ്ങിയതിന് ശേഷം ആ ഫസ്റ്റ് ഫ്രെയിം തൊട്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറിയിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട്. പിന്നെ സ്റ്റോറി ഇങ്ങനെ ഒരു ഇന്റർഗേഷൻ സീനിലേക്ക് കൂടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ക്രൈം ഇവന്റ് നടക്കുന്നത് ഒരു ഇന്റർഗേഷൻ സീനിലേക്ക് കൂടെ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചു, ഓക്കെ പുള്ളിൻ്റെ ഒരു ആസ് യൂഷ്വൽ സ്റ്റൈലല്ല, കുറച്ച് ക്ലാസ് ആ ഒരു രീതിയിലാണ് പടത്തിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. മാറ്റ് ഡേമൺ ആയാലും ബെൻ ആഫ്ലെക്ക് ആയാലും നമുക്കറിയാം, അവർ സീനിൽ വരുന്ന സമയത്ത് അവരെ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഇത് പിടിച്ച് ആ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടില്ല ഒരു പുള്ളി രണ്ടാൾ സ്റ്റൈൽ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചോക്കെ ഒരു ക്ലാസ് സ്റ്റൈലിലാണ് പടം പോകുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ പടം ഒരു വേറൊരു ഇവന്റിലേക്ക് പടം ഷിഫ്റ്റ് ആവുകയും അതിനുശേഷം എന്ന് പറഞ്ഞെങ്കിൽ പടം ഒരു മെജോറിറ്റി സീൻസ് നടക്കുന്നത് ഒരു വീട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാവും. അവിടെ വെച്ചിട്ട് പടത്തിലെ ക്യാരക്ടേഴ്സ് തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻസിലേക്ക് കൂടിയാണ് പടം പിന്നെ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഇതിന്റെ മേക്കിംഗ് ആണെങ്കിൽ മൊത്തത്തിൽ കിടിലനായിട്ട് പടം എടുത്തു വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഒരു മിസ്റ്ററി എപ്പോൾ കീപ്പ് ചെയ്ത് തന്നെയാണ് സ്റ്റോറി ഫുൾ ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സിന്റെയും ആ ഡയലോഗ്സ് ആയാലും അവർ കൺവേ ചെയ്യുന്ന ആ ഒരു ഇമോഷൻ ആയാലും എപ്പം ആ ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേക്കേഴ്സിനെ പറ്റിയിട്ടുണ്ട്. പക്ഷേ പടം കുറച്ചങ്ങോട്ട് ട്രാവൽ ചെയ്തതിന് ശേഷം ഇതിന്റെ കമ്മിങ് ടു ആ ഒരു സെക്കൻഡ് ഹാഫിൽ എത്തുന്ന സമയത്ത് എനിക്ക് തോന്നി, ഓക്കെ ഇത് ഇത്രയും നേരം ഒരു ക്ലാസ് സംഭവം പിടിച്ചു വന്നതിന് ശേഷം ആ സെക്കൻഡ് ഹാഫിന് കുറച്ചപ്പുറം എത്തുന്ന സമയത്ത് ഓക്കെ നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടില്ല, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എവിടേക്കോ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് വന്നിട്ടുണ്ടായത്. അത്ര പുതുമയുള്ളതായിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. എല്ലാം നമ്മൾ എവിടെയല്ലോ ആസ് യൂഷ്വൽ കാണുന്ന കുറെ സംഭവങ്ങൾ അങ്ങനെയാന്ന് പിന്നെ അങ്ങോട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് ട്വിസ്റ്റും പരിപാടിയെല്ലാം കൊണ്ടുവരുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നും അത്രക്കങ്ങ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിട്ടില്ല. എല്ലാവരും ഓക്കെ ഒരു ആസ് യൂഷ്വൽ സ്റ്റോറി ഫ്ലിക്ക് ഇത്ര തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു മാറ്റ് ഡേമണി ബെൻ ആഫ്ലെക്കിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അത് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുള്ള ഡൗട്ട് ആവും. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സിനിമ വരുന്ന സമയത്ത് ആ പ്ലോട്ട് കുറച്ചും കൂടി അടിപൊളി ആക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. ആ ട്വിസ്റ്റ് ആയാലും വേറെ ഒരു പുതുമയായിട്ട് എനിക്ക് ഈ പടത്തിലൊന്നും തോന്നിയിട്ടുണ്ടായിട്ടില്ല. നിങ്ങളൊരു കോപ്പ് ആക്ഷൻ ത്രില്ലറിന്റെ ഒരു ഫാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ ഒരു വൺ ടൈം കാണാം. പടം ഒരു മോശമില്ലാത്തൊരു ഡീസന്റ് വൺ ടൈം വാച്ച്, അത്രേ പറയാനില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.